ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. കഴിഞ്ഞ വർഷം +1 നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ് എന്നിവയെക്കുറിച്ച് പഠിച്ചതാണ്. നമ്മളവിടെ ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു കൂടുതലായിട്ട് പഠിച്ചതെങ്കിൽ ഈ വർഷം സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം സോളിഡിന് ഒരു ഫിക്സഡ് മാസ് ഉണ്ടായിരിക്കും, വോളിയം ഉണ്ടായിരിക്കും, ഷേപ്പ് ഉണ്ടായിരിക്കും, ഡെൻസിറ്റി ഉണ്ടായിരിക്കും. സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോളിഡ് ഹാർഡാണ്, ഇൻകംപ്രസിബിൾ ആണ്, റിജിഡ് ആണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ആ സോളിഡ്സിൽ ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും അല്ലേ? അതെ. ഈ സോളിഡ്സിനൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമേ ആ സോളിഡ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയുള്ളൂ. ഈ ഹയർ അഥവാ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള സോളിഡ്സിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, അത് ആറ്റം ആവട്ടെ, മോളിക്യൂൾസ് ആവട്ടെ, അയോൺസ് ആവട്ടെ, അതിനൊക്കെ ഒരു ഫിക്സഡ് പൊസിഷനും ഉണ്ടായിരിക്കും. അവയ്ക്കൊക്കെ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രമേ വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ പോർഷൻസിലേക്ക് കടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. സോളിഡ്സിന് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. നമുക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് റെഗുലർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റെഗുലർ പാറ്റേൺ ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ അങ്ങനെയാണോ? അല്ല. നമുക്ക് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒരു കമ്പാരിസണിലൂടെ പെട്ടെന്ന് പഠിക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമ്മൾ ട്രൂ സോളിഡ്സ് എന്ന് പറയും. അമോർഫസ് സോളിഡ്സിന് നമ്മൾ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾ ലിക്വിഡ്സ് എന്നൊക്കെ പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അമോർഫസ് സോളിഡ്സിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു റെഗുലർ അറേഞ്ച്മെൻ്റ് അല്ല, ഇറെഗുലർ അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ അമോർഫസ് സോളിഡ്സ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ ചെറുതായിട്ട് മൂവ് ചെയ്യാൻ അനുവദിക്കും. നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അമോർഫസ് സോളിഡാണ്. നമ്മൾ ഈ പഴയ ബിൽഡിങ്സിൻ്റെ ഒക്കെ വിൻഡോസിൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് തിക്നെസ് കൂടുതലായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ കാരണം എന്താണ്? ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡ് ആയതുകൊണ്ട് തന്നെ അവയുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ ചെറുതായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകും. അത് ലാസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ആ വിൻഡോ പെയിൻ്റെ താഴെ ഒരു തിക്നെസ് ആയിട്ട് നമുക്ക് കാണാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ആയിരിക്കും, റെഗുലർ പാറ്റേൺ ആയിരിക്കും. ഇതിനെ നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നു. അമോർഫസ് സോളിഡ്സിലാവട്ടെ നമുക്ക് ആ സമയത്ത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ആണോ? അല്ല. അവ എന്താണ്? ഒരു ഇറഗുലർ പാറ്റേൺ ആണ്. നമുക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്നാണ് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് റെഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും. അമോർഫസ് സോളിഡ്സിന് ഇറഗുലർ ആയതുകൊണ്ട് തന്നെ ഒരു ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് പോസസ് ചെയ്യും. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ തന്നെ പറയാൻ പറ്റും. പക്ഷേ അമോർഫസ് സോളിഡ്സിന് അങ്ങനെയല്ല, ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് പറയാൻ പറ്റുകയുള്ളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. അമോർഫസ് സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇനി ക്ലീവേജ് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ വെച്ചിട്ട് നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഫേസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും. അതായത് ഒരു റെഗുലർ ക്ലീവേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു അമോർഫസ് സോളിഡ് എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഫേസ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആയിരിക്കില്ല, ഒരു ഇറഗുലർ പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക് ഇൻ നേച്ചർ. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ നമ്മൾ മെഷർ ചെയ്താൽ, അത് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നമ്മൾ മെഷർ ചെയ്താൽ അത് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് തരിക. പക്ഷേ അമോർഫസ് സോളിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഏത് ഡയറക്ഷനിൽ മെഷർ ചെയ്താലും അത് സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും. ഇതിനെ നമ്മൾ ഐസോട്രോപിക് എന്ന് പറയുന്നു. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, NaCl. അമോർഫസ് സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആകട്ടെ
ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇൻ്റർമോളിക്കുലർ ഫോഴ്സസിൻ്റെ നേച്ചർ അനുസരിച്ചും അതേപോലെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ അനുസരിച്ചും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോളിക്കുലർ സോളിഡ്സ്, അയണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലൻറ്റ് സോളിഡ്സ്. നമുക്ക് ഫസ്റ്റ് വണ്ണായ മോളിക്കുലർ സോളിഡ്സ് നോക്കാം. മോളിക്കുലർ സോളിഡ്സിൽ നമ്മളിവിടെ കാണുന്നത് ഹൈഡ്രജൻ്റെ എക്സാമ്പിളും നെക്സ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സാമ്പിളുമാണ്. മോളിക്കുലർ സോളിഡ്സിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മോളിക്കുലർ സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. ഈ മോളിക്കുലർ സോളിഡ്സിനെ പിന്നീട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്, പോളാർ മോളിക്കുലർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. നേരത്തെ പഠിച്ച പോലെ തന്നെ നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ ഒരു ടേബിളായിട്ട് പഠിക്കാം. നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്, നമുക്കറിയാം ഇതൊരു മോളിക്കുലർ സോളിഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് എന്താ നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ടിങ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പേർഷൻ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ്. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആർഗൺ, CCl4, ഹൈഡ്രജൻ, അയഡിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൻ്റെ ഫിസിക്കൽ നേച്ചർ എങ്ങനെയാണ്? ഇതൊരു സോഫ്റ്റ് സോളിഡ് ആയിരിക്കും. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയോ, ഇതെന്താ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഈ ടൈപ്പ് ഓഫ് സോളിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വെരി ലോ ആയിരിക്കും. ഈ നെക്സ്റ്റ് വൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്. നമുക്കിതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്താ മോളിക്യൂൾസ് ആണെന്നറിയാം. പോളാർ മോളിക്യൂൾസ് ആയതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ബോണ്ടിങ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. എക്സാമ്പിൾസ് നോക്കാം. HCl, SO2. ഫിസിക്കൽ നേച്ചർ നേരത്തെ പോലെ തന്നെ ഇതും ഒരു സോഫ്റ്റ് സോളിഡ് ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സെയിം, ഇൻസുലേറ്റർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. എന്താ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് എന്താ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ബോണ്ടിങ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. എക്സാമ്പിൾ എന്താണ്? നമുക്കറിയാവുന്ന എക്സാമ്പിൾ തന്നെയാണ് വാട്ടർ. ഇനി ഫിസിക്കൽ നേച്ചർ എന്ന് പറയുന്നത് ഇതൊരു ഹാർഡ് സോളിഡ് ആയിരിക്കും. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇതൊരു ഇൻസുലേറ്റർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. ഇതിൻ്റെ ഒക്കെ നോട്ട്സ് അയോണിക് സോളിഡ് ലിങ്കിൽ അവൈലബിൾ ആണ്. നോട്ട്സ് എഴുതേണ്ട കാര്യമില്ല. ഒരു യൂഷ്വൽ എക്സാമ്പിളായ NaCl നോക്കുകയാണെങ്കിൽ Na പ്ലസും Cl മൈനസും, Na പ്ലസ് കാറ്റയോണും Cl മൈനസ് ആനയോണും ഇവയെ ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടായിരിക്കും. അത് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിന് അയോണിക് ബോണ്ടിങ് എന്ന് പറയും. നമ്മൾ എക്സാമ്പിൾ ഒരെണ്ണം നേരത്തെ പറഞ്ഞു NaCl. നമുക്ക് ബാക്കിയൂടെ നോക്കാം. NaCl, KCl, CaCl2. ഇവ ഒരു ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ സോളിഡ്സ് ആയിരിക്കും. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ അയണിക് സോളിഡ്സിന് എന്താ അയൺസ് എന്താ ഫ്രീ ടു മൂവ് അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് അത് സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. പക്ഷേ മോൾട്ടൺ ഓർ സൊല്യൂഷൻ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അയൺസ് എന്താണ് ഫ്രീ ടു മൂവ് ആണ്. അതുകൊണ്ട് അവയ്ക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മോൾട്ടൺ ഓർ സൊല്യൂഷൻ സ്റ്റേറ്റിൽ അവ കണ്ടക്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി മെൽറ്റിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും അയണിക് സോളിഡ്സിന് ഉണ്ടാവുക. മെറ്റാലിക് സോളിഡ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് അയൺസ് ഒരു സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പോലെയാണ്. ഇവയുടെ ബോണ്ടിങ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് എന്നാണ് പറയുക. എക്സാമ്പിൾസ് അയൺ, കോപ്പർ, സിൽവർ, മാഗ്നീഷ്യം. നമുക്കറിയാം മെറ്റൽസ് എന്താ ഹാർഡ് സോളിഡ്സ് ആണല്ലേ. അതെ, മെറ്റൽസ് ഹാർഡ് സോളിഡ്സ് ആണ്. മാലിബിൾ ആയിരിക്കും, അവ ഡക്റ്റൈലും കൂടെ ആയിരിക്കും. മെറ്റൽസ് എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണെന്ന് നമുക്കറിയാം. അതായത് മെറ്റൽസ് കണ്ടക്ടേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഫെയർലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും മെറ്റൽസിന് ഉണ്ടാവുക. കോവാലൻ്റ് നെറ്റ്വർക്ക് സോളിഡ്സ് നോക്കുകയാണെങ്കിൽ അവയുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും. ഇവയെ ബൈൻഡ് ചെയ്തിരിക്കുന്നത് കോവാലൻ്റ് ബോണ്ടിങ് വഴിയായിരിക്കും. നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. നമ്മളിവിടെ 2ആയിട്ട് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഗ്രാഫൈറ്റ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസിന് ബാക്കിയുള്ളതിനെക്കാട്ടും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ സിലിക്കൺ കാർബൈഡ്, ക്വാർട്സ് അഥവാ സിലിക്കൺ ഡയോക്സൈഡ്, പിന്നെ കാർബണിൻ്റെ ഡയമണ്ട് ഫോമും അതേപോലെ കാർബണിൻ്റെ ഗ്രാഫൈറ്റ് ഫോമും. നമുക്ക്
ഈ കാർബണിൻ്റെ ഗ്രാഫൈറ്റ് ഫോം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ നേച്ചർ എന്ന് പറയുന്നത് അതൊരു സോഫ്റ്റ് സോളിഡ് ആയിരിക്കും. പക്ഷേ ആ സമയത്ത് ബാക്കിയുള്ളവയെല്ലാം ഹാർഡ് സോളിഡ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രാഫൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, ഒരു ലെയർ ആയിട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ലെയേഴ്സിന് അതിൻ്റെ മേലെ കൂടെ പരസ്പരം സ്ലൈഡ് ചെയ്ത് മാറാൻ പറ്റും. അതുകൊണ്ട് അതൊരു സോഫ്റ്റ് നേച്ചറാണ് നമ്മളതിനെ പറയുന്നത്. ഇതിന് ഗ്രാഫൈറ്റിൽ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് നമുക്ക് ഈ ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇവ ഗ്രാഫൈറ്റ് കണ്ടക്ടർ ആയിരിക്കും. പക്ഷേ ആ സമയത്ത് ബാക്കിയുള്ളവയൊക്കെ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഇവയുടെയൊക്കെ മെൽറ്റിംഗ് പോയിൻ്റ് കമ്പാരിറ്റീവ്ലി ഓർ ഫെയർലി ഹൈ ആയിരിക്കും. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക.